ഭീകര സംഘടനകളുമായുള്ള ബന്ധം സംബന്ധിച്ച് ബിലാവൽ ഭൂട്ടോ രംഗത്തെത്തി. പാകിസ്ഥാന് ഒരു ഭൂതകാലമുണ്ടെന്നുള്ളത് ഒരു രഹസ്യമാണെന്ന് കരുതുന്നില്ലെന്നും ബിലാവൽ ഭൂട്ടോ വ്യക്തമാക്കി. ഏത് സാഹചര്യവും നേരിടുമെന്ന് പാക് കരസേനാ മേധാവി അസീം മുനീർ അറിയിച്ചു. പാക് പൗരന്മാർക്കായി അട്ടാരി അതിർത്തി തുറന്നു നൽകി. PR സുനിൽ നൽകും വിശദാംശങ്ങൾ. PR സുനിൽ, പാകിസ്ഥാനിലെ വ്യത്യസ്ത നേതാക്കളിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള പ്രകോപനങ്ങൾ ദിവസങ്ങളായി തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബിലാവൽ ഭൂട്ടോ തന്നെ ഇതിനു മുൻപും പ്രകോപനം നടത്തി. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചോരപ്പുഴയൊഴുകുമെന്നൊക്കെയാണ്. അത്തരം റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു. എന്താണ് ഈ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്? പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഭയന്നിരിക്കുന്ന ഒരു സാഹചര്യമാണോ, അതോ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? റോഷ്നി, എന്തായാലും പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വലിയ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഏത് നിമിഷവും ഇന്ത്യയിൽ നിന്ന് വലിയൊരു തിരിച്ചടി ഉണ്ടാകും എന്ന് പാകിസ്ഥാന്റെ മന്ത്രിമാർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇപ്പോൾ പാകിസ്ഥാന്റെ മുൻ വിദേശകാര്യമന്ത്രി ആയ ബിലാവൽ ഭൂട്ടോ ആണ് ഇപ്പോൾ ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ സഹായം നൽകിയിട്ടുണ്ട്, ഫണ്ടിംഗ് നൽകിയിട്ടുണ്ട് എന്ന കാര്യം തുറന്ന് സമ്മതിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല പാകിസ്ഥാനിലെ പ്രമുഖ വ്യക്തി ഇത്തരത്തിൽ ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ട്, പാകിസ്ഥാൻ ഭീകര സംഘടനകളെ സഹായിക്കുന്നു എന്ന കാര്യം പറയുന്നത്. നേരത്തെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയും ഇക്കാര്യം സംബന്ധിച്ച് രംഗത്ത് വന്നതാണ്. അപ്പോൾ ഭീകര സംഘടനകളുമായി പാകിസ്ഥാന് ബന്ധമുണ്ട് എന്ന് പാകിസ്ഥാനിലെ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും മുൻ മന്ത്രിമാരും ഒക്കെ തന്നെ തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. അപ്പോൾ ഈയൊരു സാഹചര്യം തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് ആഗോളതലത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് തീർച്ചയായും കരുത്തു പകരുന്നത് തന്നെയാണ്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഒറ്റ നിലപാടേ ഉള്ളൂ. ഭീകരപ്രവർത്തനം ഒരു കാരണവശാലും അനുവദിക്കില്ല. പെഹൽഗാമിൽ നടത്തിയ ആക്രമണം എന്നത് തീർത്തും അംഗീകരിക്കാനാകാത്തതാണ്. അതിന്റെ പുറകെ പോയി അതിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ടോ അവരെ ഇല്ലാതാക്കും എന്നത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ എന്ന് തിരിച്ചടി നൽകണം എന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ സൈന്യത്തിന്റെ കൂടിയാലോചനകൾ നടക്കുന്നത്. തീർച്ചയായും സൈന്യം വളരെ കരുത്തോടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിർത്തിയിലൊക്കെ തന്നെ സൈനിക ശക്തി വളരെ ശക്തമായി വർദ്ധിപ്പിക്കുകയും എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഒരുക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും നേരത്തെ നോബിളൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വ്യോമ പ്രകടനമൊക്കെ തന്നെ ഇന്ത്യയിൽ നടക്കുകയാണ്. ഗംഗ എക്സ്പ്രസ് വേയിലൊക്കെ തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ പറന്നിറങ്ങുന്നതും ഇപ്പോൾ അതിന്റെ പ്രകടനങ്ങളുമൊക്കെ തന്നെ അതിന്റെ ദൃശ്യങ്ങളുമൊക്കെ തന്നെ വരുന്നുണ്ട്. നാവികസേനയുടെ പരിശീലനവുമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അങ്ങനെ ഇന്ത്യ എല്ലാത്തിനും തയ്യാറെടുത്ത് ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെടുത്ത് മുന്നോട്ട് പോവുക തന്നെയാണ്. ഏതായാലും പാകിസ്ഥാൻ വലിയ തിരിച്ചടി ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് എപ്പോൾ ഉണ്ടാകും എന്ന കാര്യമാണ് പാകിസ്ഥാനും ഇപ്പോൾ ആലോചിക്കുന്നത്. തീർച്ചയായും അതിൽ പാകിസ്ഥാൻ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഏതായാലും പാകിസ്ഥാനിലും ഇന്ത്യയിലുള്ള പാക് പൌരന്മാരും അതുപോലെ തന്നെ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ പൌരന്മാരും തിരിച്ചു പോകാനായി ഒരാഴ്ചത്തെ സമയം നേരത്തെ അനുവദിച്ചിരുന്നു. ഈ ഒരു പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്നലെ കണ്ട കാഴ്ച എന്നത് പാകിസ്ഥാൻ അട്ടാരി അതിർത്തി അടയ്ക്കുകയും സ്വന്തം പൌരന്മാരെ സ്വീകരിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഈ വിഷയം കേന്ദ്ര സർക്കാർ പാകിസ്ഥാനുമായി സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ അട്ടാരി അതിർത്തി തുറക്കാൻ തയ്യാറായിട്ടുണ്ട്. സ്വന്തം പൌരന്മാരെ ഇപ്പോൾ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഏതായാലും അത്തരത്തിലൊരു വിട്ടുവീഴ്ച ഏതായാലും തൽക്കാലം ഇപ്പോൾ പാകിസ്ഥാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഭീകരവാദത്തിന് വളരെ ശക്തമായ മറുപടി നൽകുക എന്ന നിലപാടിൽ തന്നെ ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിരവധി വട്ട ചർച്ചകളുമൊക്കെ തന്നെ ദില്ലിയിൽ നടന്നതാണ്. പ്രത്യേകിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായി സംയുക്ത സേനാ മേധാവി, 3 സേനകളുടെ തലവന്മാർ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, പല വട്ടങ്ങളിലായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. ഏതായാലും സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. അതിന്റെ ഒരു ആക്രമണത്തിന്റെ അല്ലെങ്കിൽ തിരിച്ചടിയുടെ നടന്നതിന് ശേഷം ഇന്ത്യ വ്യക്തമാക്കിയ ഒരു കാര്യം, ഭീകരാക്രമണത്തിന് അടിവേരോടുകൂടി പിഴുതെറിയും, അതിനുശേഷം അതിനെതിരായി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുമെന്നുള്ളൊരു കാര്യമാണല്ലോ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ 11ാമത്തെ ഒരു ദിവസവും പിന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഒരു തിരിച്ചടി വൈകുന്നു എന്നുള്ള കാര്യം പ്രതിപക്ഷം ചോദിക്കുന്നത് പോലെ തന്നെ BJPയിൽ നിന്നും അത്തരം ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. പ്രത്യേകിച്ച് ബംഗാളിൽ നിന്നുള്ള BJP നേതാവ് ദിലീപ് ഘോഷ് അടക്കം അത്തരത്തിലൊരു പരാമർശം എന്തായാലും നടത്തിയിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ ചിലർ ചോദിക്കുന്നു, ഭീകരവാദത്തിനെതിരായി ചെയ്യേണ്ട ആ പ്രവൃത്തി, ആ തിരിച്ചടി അത് വൈകുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു ചോദ്യം. യഥാർത്ഥത്തിൽ സൈന്യം സജ്ജമാണ് എന്ന് സൂചനകൾ നൽകുന്ന ഓരോ കാര്യങ്ങളും ഓരോ മണിക്കൂറിലും നടക്കുന്നുണ്ടെങ്കിലും അത്രത്തോളം പദ്ധതിയിട്ട് വെൽ പ്ലാൻഡ് ആയ ഒരു തിരിച്ചടി തന്നെ നൽകിയാൽ മതി, അത് അപ്രതീക്ഷിതമായിരിക്കണം എന്നുള്ളത് കൊണ്ട് കൂടിയാണോ ഇത് വൈകുന്നത്?
രോഷിനി, തീർച്ചയായും ഇതൊരു അഭിമാന പ്രശ്നമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. മാത്രമല്ല, ജനങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്തപോലെ തന്നെ ജമ്മുകാശ്മീരിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു എന്ന് ആവർത്തിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് കേട്ടാണ് ഒരുപാട് മനുഷ്യർ ജമ്മുകാശ്മീരിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയത്. അവരാണ് ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ അവർക്ക് സർക്കാരിന്റെ മേൽ അല്ലെങ്കിൽ സർക്കാർ പറയുന്നതിന് മേലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കേണ്ടത് ഒരു ഭരണകർത്താവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിനൊരു തിരിച്ചടി നൽകിയേ മതിയാകൂ. പക്ഷേ അത് കൃത്യമായും ഏത് സമയത്ത് എങ്ങനെ വേണം എന്നത് സൈന്യം തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് ഏതായാലും സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഉറിയിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഏതാണ്ട് 12 ദിവസത്തിന് ശേഷമാണ് ഇന്ത്യ നടത്തിയത്. അത് വളരെ രഹസ്യമായി ആ ഒരു ആക്രമണം നടത്തുകയും അതിനുശേഷം പിന്നീട് അപ്രതീക്ഷിതമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ ഒരു വാർത്താ സമ്മേളനം നടക്കുന്നു. 3 സേനകളുടെയും തലവന്മാർ ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഭീകര ക്യാമ്പുകൾ തകർത്തു എന്ന് പ്രഖ്യാപിക്കുകയുമായിരുന്നു. ആ നിമിഷമായിരുന്നു അന്ന് എല്ലാവരും അറിഞ്ഞത് ഇന്ത്യ ഇത്തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്നത്. മാത്രമല്ല, അതിന്റെ വീഡിയോകളും അന്ന് പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടു. എത്ര ഭീകര ക്യാമ്പുകൾ തകർത്തു എന്നതടക്കമുള്ള വിശദാംശങ്ങളോടെയാണ് ആ വീഡിയോ അന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടത്. അന്ന് ഈ ഒരു സർജിക്കൽ സ്ട്രൈക്കിന്റെ എല്ലാ ദൃശ്യങ്ങളും തത്സമയം പ്രധാനമന്ത്രി സൌത്ത് ബ്ലോക്കിൽ നിന്ന് കണ്ടിരുന്നു എന്നൊക്കെയാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകളൊക്കെ. അതിനുശേഷം നടന്ന വലിയൊരു ആക്രമണമായിരുന്നു ബാലാക്കോട്ടിലെ മിന്നലാക്രമണം. അത് പുൽവാമ ഭീകരാക്രമണത്തിന് നൽകിയ മറുപടിയായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ആ ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകിയത്. അന്ന് അഭിനന്ദൻ വർത്തമാനമൊക്കെ തന്നെ അന്ന് ആക്രമണത്തിനിടയിൽ പാകിസ്ഥാൻ മണ്ണിലേക്ക് വീഴുകയും പിന്നീട് ഇന്ത്യയുടെ വലിയ ഭീഷണി ഭയന്ന് പാകിസ്ഥാൻ അഭിനന്ദൻ വർത്തമാനെ വാഗാതിർത്തി വഴി ഇന്ത്യക്ക് കൈമാറുന്ന കാഴ്ചകളൊക്കെ തന്നെ അന്ന് വന്നതാണ്. ഏതായാലും വളരെ കൂടിയാലോചനകൾക്ക് ശേഷം വളരെ കരുതലോടെയാണ് ആ 2 ആക്രമണങ്ങളും പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ അന്ന് നടത്തിയത്. തീർച്ചയായും ഇപ്പോഴത്തെ സാഹചര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും ഇന്ത്യ ഒരു തീരുമാനത്തിലേക്ക് പോവുക. അതിന്റെ ഭാഗമായുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. ഏതായാലും ഈ ഒരു രാജ്യത്തിനെതിരെയുള്ള രാജ്യത്ത് കടന്നുള്ള ഒരു ആക്രമണമാണ് തീർച്ചയായും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പാകിസ്ഥാന്റെ മണ്ണിൽ നിരവധി ഭീകര ക്യാമ്പുകളുണ്ട്. ആ ഭീകര ക്യാമ്പുകളെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നത് തന്നെയാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളൊക്കെ തന്നെ നൽകുന്ന റിപ്പോർട്ട്. നമുക്കറിയാം, ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ പാകിസ്ഥാൻ ഈ ഒരു ഘട്ടത്തിൽ പോലും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഹാഫിസ് സയ്യിദിനെ അടക്കം ഇന്ത്യ ആക്രമിച്ചേക്കുമോ എന്ന ആശങ്ക പാകിസ്ഥാനുണ്ട്. അതുകൊണ്ടാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു ആക്രമണം നടത്താൻ ലക്ഷ്യമിടുമ്പോൾ തീർച്ചയായും അത് കരുതലോടെ അതിന്റെ കൃത്യമായ സമയത്ത് നടത്തുക എന്നത് തന്നെയായിരിക്കും സൈന്യത്തിന്റെ ആലോചന. ആ നിലയിലായിരിക്കും ഇപ്പോഴത്തെ ആലോചനകൾ പുരോഗമിക്കുന്നത്. അതാണ് PR സുനിൽ പറയുന്നതിൽ നിന്ന് വ്യക്തമാവുന്നത്. ചരിത്രം കൂടി നമ്മൾ നോക്കിയാൽ ഇന്ത്യ ഇതിനു മുൻപ് നൽകിയിട്ടുള്ള തിരിച്ചടികളെ കുറിച്ചുകൂടി വിശദമായി നമ്മൾ അറിയുകയാണെങ്കിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികളാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത്. അത് എല്ലാ തരത്തിലും പദ്ധതിയിട്ട് പഴുതടച്ച ഒരു തിരിച്ചടി. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ സർവ്വസജ്ജമാണെന്ന് സേന വ്യക്തമാക്കുമ്പോൾ പോലും അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി എന്നതായിരിക്കാം ചിലപ്പോൾ സേന ലക്ഷ്യമിടുന്നത് എന്നുകൂടിയാണ് ഈ നിമിഷത്തിൽ നമുക്ക് വിലയിരുത്തപ്പെടുന്നത്.